അവൻ്റെ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 തവണ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും ഒരുമിച്ച് കത്തിച്ച് ഉപ്പും ഒരു മാതാവിൻ്റെ ഒരു രൂപവും കൂടി ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മണ്ണിനടി കുഴിച്ച് വെച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് കിട്ടണേന്ന്. എൻ്റെ ചേച്ചി തന്നെയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിച്ചു. അത് 3 മാസത്തിനുള്ളിൽ നടന്നു കിട്ടി. പിന്നെയുള്ളത്, അന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്പറിന് വേണ്ടി RTO ഓഫീസിൽ പോയാൽ പെട്ടെന്ന് കിട്ടുന്നതാണേലും എനിക്ക് ആദ്യം ചെന്നപ്പോഴൊന്നും അത് കിട്ടിയിരുന്നില്ല. അപ്പോഴും ഞാൻ ഈ 33 തവണ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും കത്തിച്ച് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് ആദ്യം ചെന്നപ്പോഴും ഓഫീസിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിന് മുമ്പിൽ, ക്യാബിൻ്റെ മുമ്പിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ അകത്ത് പോയത്. പ്രാർത്ഥിച്ചു. ആദ്യം നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയിരുന്നില്ല, കമ്പ്യൂട്ടറിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ അവർ പിന്നീട് സ്റ്റാഫിനെ കൊണ്ട് വേറെ സ്റ്റാഫിനോട് പറഞ്ഞ ആ സാറ് എനിക്ക് വേണ്ടിയിട്ട് ഫയൽ അല്ലാണ്ട് എടുപ്പിച്ച് നോക്കി നമ്പറും കിട്ടി. ജീവിത നൗകയിൽ ഓളം തിരമാലകൾ കൂട്ടമായി ഏറ്റം അടിച്ചിടുമ്പോൾ, ജീവിത നൗകയിൽ ഓളം തിരമാലകൾ കൂട്ടമായി ഏറ്റം അടിച്ചിടുമ്പോൾ, കാറ്റിനെ നോക്കാതെ കർത്തനെ നോക്കുവാൻ വിശ്വാസം വർദ്ധിപ്പിച്ചിടണമേ. കാറ്റിനെ നോക്കാതെ കർത്തനെ നോക്കുവാൻ വിശ്വാസം വർദ്ധിപ്പിച്ചിടണമേ. വഴിയും സത്യവും ജീവനുമായ നിത്യപിതാവാം യേശുവേ, വഴിയും സത്യവും ജീവനുമായ നിത്യപിതാ